ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. വെറുതെ ഇങ്ങനെ വന്നതാ, ഈ ബൈക്ക് പോയപ്പോഴേ വെറുതെ ഇങ്ങനെ വന്നതാ. എന്താ നിങ്ങളൊക്കെ വർത്താനം? സുഖല്ലേ? പറയുമ്പോൾ ഇത് റേഡിയോ എന്ന് പറഞ്ഞ മാതിരി ഞാൻ മാത്രല്ലേ പറയുള്ളൂ അല്ലേ, നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റില്ല. അത് പോട്ടെ. എന്തായാലും ഞങ്ങൾക്കൊരു വീഡിയോ കാണിച്ചല്ല. കാണണോ? കാണാല്ലേ? ഹലോ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോ എല്ലാവർക്കും അറിയാലോ, സർജറി കഴിഞ്ഞിട്ട് ഇപ്പോ കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ ഇന്ന് ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോൾ ഡോക്ടറെ കണ്ടു. കുഴപ്പമൊന്നുമില്ല, സ്റ്റിച്ചിൽ ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാനാണ് ഇന്ന് ഡോക്ടർ വരാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ മരുന്നൊക്കെ വാങ്ങിച്ചു. ഒരുപാട് പേര് വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു, ജാസി ഇപ്പൊ എങ്ങനെയുണ്ട്, ഓക്കെ ആണോ എന്നൊക്കെ. ഇപ്പൊ ഞാൻ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇടയ്ക്കതാ വാണങ്ങളുടെ സൗണ്ടും കേറി വരുന്നു. ചെറുതായിട്ടൊക്കെ ഒരു പെയിൻ, സ്റ്റിച്ചിട്ട ഭാഗങ്ങളിലൊക്കെ ഒരു ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവനക്ക് സ്റ്റിച്ചിട്ട ഭാഗത്ത് നിറച്ച് പേനാത്രേ. എന്നാ ഇനി ആരെങ്കിലും പിടിച്ച് ഈരാക്കി കൊടുക്ക്. ഇവന് ഈ സ്റ്റിച്ചിട്ടു എന്നും പറഞ്ഞിട്ട് ഇതങ്ങനെ ആക്കിയിട്ട് മറ്റേ എന്താ സിനിമയുടെ പേര്, സലീം കുമാർ നടന്നു വരൂലേ, അതേമാതിരി ആ വരുന്ന കണ്ട എല്ലാരും വിചാരം ഓന്റെ കൊല ഓൻ അവിടെ ആസ്പത്രിയിൽ സമർപ്പിച്ചിട്ടാ വരുന്നെന്നുള്ളത്. പക്ഷെ ഓനിക്കത് തീർത്ത് പറയാൻ കഴിയൂല. ഓനെങ്ങനെ വെച്ചിട്ടാ, നിങ്ങൾ എന്ത് വിചാരിക്കണു അതാണ് വിചാരിച്ചോ എന്നുള്ള മാതിരിയാണ് ഓന്റെ ഒരു നടത്തം. ഇനി വേറെ കാര്യം ഞങ്ങൾക്ക് കാണിച്ചുതരാം. ഓനിക്ക് പറയാനുള്ളത്. കുറെ ആൾക്കാര് റീനെ മെഡിസിറ്റിലൊക്കെ വിളിച്ചിട്ട്, ജാസി എന്ത് സർജറി ആണ് കഴിഞ്ഞത്, എന്താണ് എനിക്ക് വൈകിച്ച്, എനിക്ക് ചിരിയ വരുന്നത്. അവരെ ചെന്ന് ചിരിച്ച കാണട്ടെ ഞങ്ങള് കാര്യങ്ങൾ നോക്കിയാൽ നടന്ന പോലെ മറ്റുള്ളവരുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് അത് അറിയാനുള്ള ആൾക്കാരെ തോരാ. എന്റെ ലൈഫ് ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ സ്ത്രീയായി മെല്ലെ മെല്ലെ ആ സ്ത്രീയിലേക്ക് ഇങ്ങനെ വരുന്നത്, ആ ജേണി ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. ഞാൻ സന്തോഷം, എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റി പെട്ട ആൾക്കാരെ കുറെ ആൾക്കാർ ട്രോളുന്നത് ഒക്കെ അസൂയാണ്. സത്യം പറഞ്ഞാൽ അസൂയ എന്ന് പറഞ്ഞ അസൂയോട് അസൂയാണ്. എന്തിന്? ഓനക്ക് കൊല ഉണ്ടായിന്, ഓനാണായി ജനിച്ചു, എല്ലാവർക്കും അസൂയ. ഓന്റെ കമ്മ്യൂണിറ്റിക്കാർക്കും ഓനായിട്ട് അസൂയ. അത്ര ഓനോട് അസൂയല്ലാത്ത അള്ളാടെ ദുനിയാവിൽ ഒരാളുള്ളൂ, അത് ഓന്റെ ആസിയ. ആസിക്ക് മാത്രം അസൂയല്ല, ബാക്കി എല്ലാവർക്കും അസൂയാണ്. ആ ഹോസ്പിറ്റലിലേക്കൊക്കെ വിളിച്ചിട്ട് കുറെ ആളുകൾ ചോദിച്ചറിഞ്ഞു എന്ന്. എന്നാ അതിലെ ഒരാൾ ഞാനും കേട്ടോ, ഞാനും വിളിച്ചു. എൻ്റെ അടുത്ത നമ്പറും ഉണ്ട്. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന കാര്യങ്ങൾ മുഴുവൻ അങ്ങനെയാണ് വിഴുങ്ങണം എന്ന് പറഞ്ഞാൽ അതിലെന്തായാലും എനിക്ക് സൗകര്യമല്ല. മനസ്സിലായോ? സോഷ്യൽ മീഡിയയിൽ നാട്ടുകാരെ പറ്റിച്ചിടുകയാണെങ്കിൽ അതിന് എതിരെ പ്രതികരിക്കുക എന്നുള്ളത് എനിക്കെന്തായാലും എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അത് ഞാൻ ചെയ്യുന്നുമുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ആളുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ വേറെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ കമ്മ്യൂണിറ്റിനെ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. കാരണം ഓൾക്ക് മനസ്സിലായി, ഞാൻ മുമ്പ് പറഞ്ഞ വീഡിയോയില്, ഇനി അതൊന്നുമല്ല വിറ്റ്. കഴിഞ്ഞ ആഴ്ച പള്ളയിലുണ്ടായി, ഈ ആഴ്ച പറയാൻ നിൽക്കരുത്. ഈ ഒരാഴ്ചയുടെ ഉള്ളിൽ ഓനക്ക് 5 തേയും ചെയ്തിരുന്നു. ഇതിന് പൊളിഞ്ഞ് ഏറെ പോയിന്ന് കണ്ടോടുകൂടെ ഓൻ എന്ത് ചെയ്തു, വേറെ അവിടെ തൽക്കാലം നിർത്തിയിട്ട് നേരെ കൊല വെട്ടാൻ തീരുമാനിച്ചു. അത് ഓൻ കൊല വെട്ടാന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. എന്റെ സർജറി കഴിഞ്ഞു, അപ്പൊ സർജറി കഴിഞ്ഞു എന്ന് ഇപ്പം പറഞ്ഞാൽ സ്വാഭാവികമായിട്ടൊരു മനുഷ്യൻ എന്താ വിചാരിക്കുക, ഇത് വെട്ടാൻ പോവുന്നല്ലേ. ഓന്റെ നടത്തം അങ്ങനെ ആയിരുന്നു. ഒരു കാലം ഇങ്ങോട്ടും വെച്ചിട്ട് ഇങ്ങനെ പോണാണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചത് വെട്ടിയിരിക്കുകയാണെന്ന്. പക്ഷെ ഇത് വെട്ടിയിട്ടില്ലാന്ന് ഞമ്മക്കും അറിയാം, ഓനിക്കും അറിയാം, ഹോസ്പിറ്റലുകാർക്കും അറിയാം. ഈ ഹോസ്പിറ്റലിനെ ഓന്റെ പേരിൽ കേസ് കൊടുക്കാൻ നിൽക്കത്തില്ല. എന്തിനെ? ഇവൻ കാരണം ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആറിന്റെ അടുത്തേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ. എന്നിട്ട് മിഞ്ഞാന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്നതും അങ്ങനെ മലർന്ന് കിടക്കുക, കഞ്ഞി കുടിക്കുക, അച്ചാറ് തിന്നുക. പിന്നെ ഡോക്ടർ അത് പറഞ്ഞു, ഡോക്ടർ ഇത് പറഞ്ഞു. ഓനോട് ആരൊക്കെ വിളിച്ചിട്ട് എങ്ങനെയുണ്ട് ഇപ്പോ, എങ്ങനെയുണ്ട് എന്നിങ്ങനെ നിരന്തരം ചോദിക്കണു. ഓനോടുള്ള സ്നേഹം കൊണ്ട്. എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല, എന്റെ മാതിരി ഒളിവിലും മറവിലും കുറെ എണ്ണ ഉണ്ട്. ഓൽക്കൊക്കെ പുറത്ത് വരാനുള്ള ഒരു ആളാണ് ഇജ്ജ്. ആ എന്നെ തളർത്താൻ പോലെ ഒരിക്കലും സമ്മതിക്കൂല. മനസ്സിലായോ? അതുപോട്ടെ. എന്നിട്ട് പിന്നെ ഇന്നലെ ഓൻ വന്നു. ഇവിടുന്ന് എത്തി, വീട്ടിലെത്തി, സുഖമായിരിക്കണു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് മറ്റോന്റെ വക ഒരു ഉമ്മ കൊടുക്കല്, ഒരു ആശ്വസിപ്പിക്കല്, എന്നിട്ട് ഇങ്ങനെ കഞ്ഞിയും ചമ്മന്തിയും കൊടുക്കുക. ഇതൊക്കെ നമ്മള് കാണുക. ഇന്നലെ വൈകുന്നേരം ആയപ്പോഴത്തിന്റെ ഇതാ അവസ്ഥ. കണ്ടില്ലേ? അതിങ്ങനെ കടന്നാടുക. ഈ കൊല മുറിച്ച ഓനാണ് ഇപ്പൊ ആ ഡാൻസ്. കേക്കണം. ഇതിന്റെ മുമ്പ് തന്നെ ഓന്റെ തൊള്ളിന്ന് അറിയാതെ വന്നു. ഓൻ ബ്രസ്റ്റിന്റെ സർജറിയാണ് ചെയ്യുന്നതെന്നുള്ളത് അറിയാതെ വന്നു പറഞ്ഞാൽ എനിക്ക് പറയല്ലാണ്ട് വഴിയില്ല. കാരണം ഇത് പലരും വിളിച്ച് എൻക്വയറിയിൽ അറിഞ്ഞിക്കണു. അപ്പൊ ഓൻ അവിടെ ഇവിടെയും തൊടാതെ എന്ന് പറഞ്ഞു. ഈ ബ്രസ്റ്റിന്റെ സർജറി കഴിഞ്ഞാൽ ഓൻ എന്തിനാ ഈ 2 കാലും വിടർത്തി നടക്കുന്നു?
ബ്രസ്റ്റ് എവിടെ താഴ്ത്താ? എനിക്ക് കൊടുത്തല്ല. ഓന്റെ നടത്തവും ഓന്റെ കാട്ടിക്കൂട്ടലും മറ്റോന്റെ ഉമ്മയൊക്കെ വെക്കണ്ടാ തോന്നുന്നു. ഇവിടെ താഴ്ത്താ നടന്നിക്കണ എല്ലാം. എന്റെ അഭിപ്രായത്തിൽ ഇതെന്തോ മൂത്രക്കല്ലാന്ന് തോന്നുന്നുണ്ട്. ഓൻ ഇങ്ങനെ നടക്കുന്നുണ്ട്. അല്ലാതെ ഇപ്പൊ ഒരു മനുഷ്യൻ ഇങ്ങനെ നടക്കുമോ? എന്തായാലും ഓൻ കിണിഞ്ഞ് മെനക്കെടുന്നുണ്ട് കേട്ടോ. ഇതാരെങ്കിലും ഒന്ന് വിശ്വസിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ എന്ത് ചെയ്യാ, ഓന്റെ പെറ്റ തള്ള വരെ വിശ്വസിക്കണില്ല. അജാതി നാടകല്ലേ. എന്നിട്ട് ഓനക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഓല ഒക്കെ അസൂയക്കാരാ. ബണ്ടല്ലോ ഇങ്ങനെ ഒരു അംബാനി ഓനോട് ഇങ്ങനെ അസൂയ തോന്നാൻ. എന്തായിരുന്നു പോലെ ഈ 2 ദിവസത്തെ കാട്ടിക്കൂട്ടല് കേട്ടോക്ക. ഓ അങ്ങനെ കഞ്ഞൊക്കെ വിളമ്പി കൊടുക്കണ്ടാത്തോന്നും ഓന്റെ കയ്യിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കണെന്ന്. ആ ഈ ചാരി നിൽക്കണോനിക്ക് ആ കഞ്ഞി എടുക്കാൻ പറ്റും. പറയുമ്പോൾ ഓ മാപ്പിളയാണല്ലോ അല്ലേ, അത് ഞാൻ മറന്നു. എന്തായാലും അത് കഴിഞ്ഞേക്ക് ഇതാവും അങ്ങനെ വന്നു നിന്നു ഒരു വെള്ള മാക്സി ഒക്കെ ഇട്ടിട്ട്. കണ്ടോ, ഓന്റെ മാപ്പിള മച്ചിക്ക് വേണം. ഓൻ വെള്ളയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. ഈ മറയിലിരിക്കുന്ന പെണ്ണുങ്ങള് ഇടുന്ന മാതിരി ഒരു വെള്ള മാക്സി ഒക്കെ ഇട്ടിട്ട് ഓൻ ഇങ്ങോട്ട് പോന്നിപ്പോഴും. എന്തിന്? ഓൻ്റെ അത് മുറിച്ചിക്കാൻ അറിയാൻ വേണ്ടിയിട്ട്. സംഭവം ഓ താഴത്ത് മുറിച്ചിക്കാന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പൊ എന്തൊക്കെയാ കാട്ടിക്കൂട്ടേണ്ടത്, എങ്ങനെ കാട്ടിക്കൂട്ടിയാല ഇത് വിശ്വസിക്കുക എന്നുള്ളതിന് ഒരു ഐഡിയ ഓനിക്ക് തന്നെ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത് അഞ്ഞ് വേറൊരു ഫോട്ടോ ഞാൻ കാണിച്ചാല. ഈ ഫോട്ടോകൾ കണ്ടോ? ഇതിൽ ഓന്റെ മുട്ടുകജ്ജ എവിടെ ഇരിക്കണേ? ഓന്റെ കൊലമ്മേ അവിടെ മുറിച്ചിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മുട്ടുകജ്ജ ഇപ്പോ അവിടെ ഉണ്ടാവുമോ? ഓൻ തന്നെ ആ വേദനയും കൊണ്ട് അത് വെട്ടിക്കളഞ്ഞിട്ടുണ്ടാവൂലേ? ഒന്ന് ആലോചിച്ച് നോക്കാണ് നിങ്ങള്. ഞാൻ നോണിന്നല്ല പറയുന്നത്, ഞാൻ എന്താ നിങ്ങൾ എന്നെ നോക്കിക്കോളി. കണ്ടോ, ഓൻ കജ്ജി വെച്ചിക്കണ എവിടെയൊക്കെ ഇതാ കണ്ടോ, കയ്യിരിക്കണത് അവിടെ ഇരിക്കണ. അവിടെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കണെങ്കിൽ ഇപ്പൊ ഓൻ അവിടെ കൈ വെക്കാൻ അയക്കുമല്ലോ അല്ലേ? പിന്നെ നേരത്തെ കണ്ട ഡാൻസ് ഒക്കെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പുകളല്ലേ? അങ്ങനെ അങ്ങനെ ആടി കളിച്ചുന്ന സ്റ്റെപ്പുകള് അതൊക്കെ ഭയങ്കര സിമ്പിൾ സ്റ്റെപ്പാ. കൊല മുറിച്ചവർക്കൊക്കെ അത് ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഒക്കെ കജ്ജിന്ന് പോയി മോനെ, ഒക്കെ പോയി കേട്ടോ. പഴയ മാതിരിയല്ല. ഇനി പിടിച്ചു നിൽക്കാൻ വലിയ പാടാ. കാരണം എന്താ അറിയോ, അനക്കെതിരെ അന്റെ ആളുകൾ തന്നെ കേസ് കൊടുക്കാൻ നിൽക്കാത്രേ. എന്തിന്? ഈ സമൂഹത്തിൽ ഇത്തിരി നുണ പ്രചരണം നടത്തുന്നതിന്. ഞാനൊക്കെ പണ്ട് പറയുമ്പോ കുറെ നന്മ മരങ്ങൾ വന്നിരുന്നു. എന്തിനാ ഓനെ പറയുന്ന? ഓനക്ക് ഇഷ്ടമല്ല പോലെ ജീവിച്ചോട്ടെ, ഓനക്ക് ഇഷ്ടമല്ല പോലെ ഓൻ ജീവിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഓൻ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു കാര്യം പറയുമ്പോൾ അതിനൊരു വ്യക്തത ഇല്ലെന്നുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യപ്പെടും. അതല്ല നമുക്ക് അറിയുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ആ സത്യം വിളിച്ചു പറയും. അതിനാരെന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമല്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് ഓ ഈ മറ്റേ ബലിക്കെതിരെ കേസ് കൊടുത്തപ്പോഴൊക്കെ ഉണ്ടായത്. കാരണം ഓ സ്റ്റഡി ആവണ്ടേ, എന്നിട്ടല്ലേ ഇപ്പൊ മറ്റൊരാൾ ഇന്ന പറയണു പറയാൻ പറ്റുള്ളൂ. അതങ്ങനെ തന്നെ അതിന്റെ കണക്ക്. ഇപ്പൊ ഒരാൾ വന്നിട്ട് രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പകലാന്ന് പറയാം, റോങ് കൊണ്ടായിട്ട് കേസ് കൊടുക്കുക. അപ്പൊ കോടതി എന്താ ചോദിക്കുക? അല്ല ഈ പകല് പോയിട്ട് രാത്രി കാരണം ഓ സമ്മതിച്ച് തരണം എന്നാണോ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ എനിക്ക് ഉത്തരമല്ല. അതൊക്കെ തന്നെയാണ്. അത് നിങ്ങൾക്ക് ഇപ്പോഴും തിരിഞ്ഞിട്ടില്ല എന്നുള്ളൂ. എന്നിട്ട് ഓൻ കുറെ സെന്റിമെന്റൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടൊക്കെ ഇരിക്കണു. ഹംസപ്പാക്ക മാക്സ് ഇട്ടിരിക്കണു. ഓന് മറ്റേ ഒരു മാക്സ് താനി ഇതാ നോക്കാം. ഇപ്പൊ മറ്റേ ആണുങ്ങളെ മുഖം കൊണ്ടയക്കണു. അതേപോലെ തന്നെ പിന്നെ ഒരു കിളവച്ചായം വരികയും ചെയ്തിരിക്കണു. എന്നിട്ട് ഓൻ ആ മാക്സി ഇട്ടിട്ടിരുന്നിട്ട് പറയാം, ഞാൻ പൂർണ്ണ സ്ത്രീയായി. എന്നെ കൊണ്ട് പറയിച്ചണ്ട, ഞാൻ വേറെ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി എന്തായാലും അത് പറയുന്നില്ല, സോഷ്യൽ മീഡിയ അല്ലേ. അവനക്ക് ഉമ്മ എടുത്തിട്ടാണ് മതിയാവില്ല. അജറുൽ അസ്വദല്ലേ അവന്റെ കജ്ജി കിട്ടിയിരിക്കണത്. എന്തിനാ അവൻ പോണത്? അതൊന്നല്ലെങ്കിൽ എനിക്ക് ഉറപ്പാണ് മൂലക്കുരുവിന്റെ അസുഖമാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ഓൻ എന്തോ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി പോയിക്ക. ഉള്ളത് ഓൻ കളയില്ല. വെച്ച് പിടിപ്പിക്കാൻ ഓൻ നോക്കും, ഉള്ളത് ഓൻ എന്തായാലും കളയില്ല. അതിനാരും വള്ളം കാച്ചിട്ട് ഇവിടെ ഇരിക്കുകയും വേണ്ട. അത് പോകൂല. അത് തൃശ്ശൂർ പൂരത്തിന് പോയിട്ട് കൊമ്പ നിക്കണ മാതിരി തലവെടുപ്പോടെ നിൽക്കും. അത് കളയും നിങ്ങൾ ആരും വിചാരിക്കണ്ട കേട്ടോ. അത് ജാസിയാണ്. ഓൻ ജീവിക്കാൻ പഠിച്ചവനാ. പക്ഷെ ഓനിക്കറിയാം ഓൻ ഈ പരിസരം വിട്ടു പോകൂലെന്ന്. ഇല്ലെങ്കിൽ ഓൻ മൂത്രയിക്കണ എങ്ങനെയാന്നുള്ളത് എല്ലാവർക്കും ഒന്നാണ് കാണായിരുന്നു. ഇനിയിപ്പോ ഇവന് എന്ത് നാടകം കളിച്ചു വിചാരിച്ചോ, ഇവനക്ക് എന്നും ഇവന്റെ വരിയിലെ മൂത്രയിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരിക്കൽ പുറത്തു പോയിട്ടൊന്ന് മൂത്രയിക്കണത് ഒന്ന് ജസ്റ്റ് കണ്ടാ മതി. ഇതെങ്ങനെയാക്കാരം നോക്ക, ഒരു നിന്ന് മൂത്രയിക്ക. എന്നാ അവിടുത്തെ ജാസിയാണ്. ആരും കാണാതെ നിന്ന് മൂത്രയിക്ക. ഇതൊക്കെ ഒരു പെണ്ണിനെ കൊണ്ട് പറ്റുന്ന കാര്യമാണല്ലോ അല്ലേ? എന്നിട്ട് ഓൻ പറയാ മേന്താരെ മറ്റേ ഇതാക്കിയില്ലേ, ഇതാ കേട്ടോ. ഞാനൊരു കുട്ടിയെ ദത്തെടുക്കുകയാണ്. ഞാൻ ദത്തെടുക്കുന്ന കുട്ടിയെ ഞാൻ ദത്തെടുക്കാന്ന് പറയാൻ എനിക്ക് അങ്ങനെ പറഞ്ഞ ആവശ്യമില്ല. ഞാനൊരു കുട്ടിയെ ദത്തെടുക്കുകയാണെങ്കിൽ ഐ എം പ്രൗഡ് സേ ഐ എം മദർ. ഞാൻ ഒരു അമ്മയാവാൻ പോകുന്നതാണ്. നാളെ എന്റെ ഈ വീഡിയോ എന്റെ കുട്ടി കണ്ടു കഴിഞ്ഞാൽ ഞാൻ ദത്തെടുത്ത കുട്ടിയെ അറിയേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ അതെ, നിങ്ങൾ ആരും പറയാൻ നിൽക്കരുത് കേട്ടോ. ഞാൻ എന്തായാലും പറയില്ല, മോശമാണത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയൊക്കെ വലുതായി കഴിഞ്ഞിട്ട് ഇനി ഓന് മറ്റേ
ഓന്റെ അമ്മ അച്ഛനായിരുന്നു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ മോശമല്ലേ? ഉള്ളത് രണ്ടും തന്തയായിരുന്നു. എനിക്ക് തള്ളാറിനൊരു സാധനം ഇല്ല എന്നുള്ളത് ഞാൻ പറയുമ്പോ എനിക്ക് 4 കോഴിമുട്ട എവിടെയെങ്കിലും വാങ്ങിയിട്ട് ആ ഏതായാലും ഇപ്പൊ അവിടെ കിടക്കല്ലേ, അതിന്റെ ആ ഔട്ടിൽ വെച്ചെടുക്കുക. എന്നാ എന്താ ആ ചൂടുകൊണ്ട് അതാണ്ട് വിരിഞ്ഞോളും. അപ്പൊ എനിക്ക് പറയാം ഇതിന്റെ കുട്ടികളെ ഞാൻ വിരിപ്പിച്ചതാണ് എന്നുള്ളത്. അല്ലാതെ ഇജ്ജ് പേര് അത് ഇജ്ജ് സ്വപ്നത്തിൽ കാണണ്ട. ഈ ആണായ അനക്ക് ഗർഭപാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ നെച്ചുണ്ട് ഇച്ചൊന്ന് പറഞ്ഞല്ലോ. ഇതൊന്ന് കാണണല്ലോ എങ്ങനെയാണ് വേറെ എന്നുള്ളത്. അന്റെ വേറിച്ചൊന്ന് വേറണം. ഇജ്ജ് വെറുച്ചേ ഞാനും വെറും. അതിലൊരു തർക്കമല്ല. ഞാനും കാണട്ടെ ഇവിടെ ഏതാ നല്ല ഡോക്ടർ വെച്ചെങ്കിൽ നമുക്കൊന്ന് നോക്കാലോ. പിന്നെ എനിക്ക് പറയാനുള്ളത് നയൻതാര പ്രസവിച്ചിട്ടുണ്ട്. എന്നിട്ട് ഓൻ പറയുന്ന കാരണം എന്താ, ആ കുട്ടി വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അറിഞ്ഞാൽ മോശമല്ലേ എനിക്ക്. ഐ എം എ പ്രൗഡ് ഓഫ് മദർ. ഓൻ പറയണേ ഓൻ ഭയങ്കര അഭിമാനമുള്ള അമ്മയാണെന്ന്. എങ്ങനെയാണ് ചങ്ങായി ഇജ്ജ് അമ്മയാവുന്നു? ഇജ്ജ് അച്ഛൻ, ഇനി 2 കൊല്ലം കൂടി കഴിഞ്ഞാൽ മുത്തച്ഛൻ. അങ്ങനെ പറയാന്നല്ലാതെ ഇജ്ജ് ഇടക്കിടക്ക് ഈ അമ്മ അമ്മ എന്ന് എന്തിനാ പറയുന്നു? ഇജ്ജ് ആദ്യം അന്റെ കമ്മ്യൂണിറ്റിക്കാരെ കൊണ്ടൊന്ന് അംഗീകരിപ്പിക്കുക. ഇജ്ജ് നാട്ടുകാരത് കൂട്ട്. അന്റെ കമ്മ്യൂണിറ്റിക്കാരെ കൊണ്ട് നിങ്ങൾ രണ്ടാളും ഈ ഐറ്റാണെന്നുള്ളത് ഒന്ന് അംഗീകരിപ്പിക്കുക. അതിന് വല്ല വജ്ജുണ്ടോ എൻ്റെ അടുത്ത്? ഇജ്ജ് അപ്പ പറയാ സൂയാണ് എന്നുള്ളത്. എന്നിട്ട് നയൻതാര അങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് അജ്ജ് നടക്കണത് അല്ലെ? ഇവനൊക്കെ പ്ലാനഡ് കളിയാണ്. അതാണ് നിങ്ങൾക്ക് അറിയാത്തത്. ഫുള്ള് പ്ലാനഡ് കളിയാ. ഇവനെ ഈ ഗൾഫിൽ നിന്ന് പുറത്താക്കിയതിന്റെ മെയിൻ കാരണം ഓ എത്ര കാലം പറഞ്ഞു എന്നാ പോണു, അടുത്ത മാസം പോവും. അവിടുന്ന് അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് കുഴപ്പം? വെറുതെ ഓരോരുത്തര് പറഞ്ഞുണ്ടാക്കുക. ഞാനൊന്നും നോക്കല്ല, ഐ ഡോണ്ട് കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്നു. എത്ര കൊല്ലായി ഇവിടെ കിടക്കുന്നു. ഓനെന്താ പോകാത്തു? UAE പോയിട്ടുണ്ടെങ്കിൽ ഒലിഞ്ഞ് കാലല്ല കൊലയെ വെട്ടുക പറഞ്ഞിരിക്കണത്. മനസ്സിലായോ? അങ്ങനെ ഒരു പെണ്ണാണെങ്കിൽ എനിക്ക് 3 കാല് വേണ്ട, 2 കാലും കൊണ്ട് നടക്കിച്ച്, 1 കാലി അമ്മക്കണ്ട് വെട്ടാന്ന് പറഞ്ഞു. അതിലോൻ എന്ത് ചെയ്തു? പതിക്ക ചുരിദാർ അവിടെ ഊരിയിട്ട് എയർപോർട്ട് കിടക്കണ്ടേ ആ പാൻറ് ഇട്ടും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ എനിക്ക് പാൻറ് ഇടാൻ അറിയാം. അതല്ലെങ്കിൽ എനിക്ക് പർദ്ദ ചുരിദാർ സാരി. ഇപ്പൊ 4 ദിവസം മുമ്പ് മറ്റേ കൊല മുറിച്ചു എന്നും പറഞ്ഞ ഓനാണ് ഇപ്പൊ ഇന്നലെ എന്നിട്ട് എന്നിട്ട് അമ്മാരി ആട്ടാടുന്നു. ഇവിടെയൊക്കെ എത്രയും ഫെസിലിറ്റികൾ ഇപ്പൊ ഉണ്ടായിട്ടും ശരി, ചെറിയ കുട്ടികളെ സുന്നത്തല്യാണം കഴിച്ചാൽ കൊണ്ടായ ആ കുട്ടി കിടക്കും 4 ദിവസം ഓരോരുത്ത്. മനസ്സിലായോ? 5ാമത്തെ ദിവസം അവിടുന്ന് എഴുന്നേറ്റിട്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് കൊടുന്ന് ഇരുത്താനോ പറ്റുമോ? ഇവിടെ സുഖമായിട്ട് ഇങ്ങോട്ട് പോകുന്നു. നഖം വെട്ടണ മാതിരിയാ കൊല വെട്ടി വന്നിട്ടുള്ളത്. ഓന്റെ പറച്ചില് മറ്റേ നഖം വെട്ടണ നിസാരാണ്. എന്നിട്ട് ഓൻ പറയണേ ഇപ്പൊ ഞാൻ പൂർണ്ണ മതിയായി പെണ്ണായിന്ന്. ശരി എന്നാ അത് ആശിനോട് പറഞ്ഞാൽ മതി, നാട്ടുകാരോട് പറയില്ലേ. നാട്ടുകാരോട് പറഞ്ഞ ഇതേപോലെയുള്ള റിപ്ലൈ നല്ലോണം വരും കേട്ടോ. ചെങ്ങായിക്ക് എന്തായാലും എന്തിന്റെ പേരിലായാലും ആ ഹോസ്പിറ്റലിൽ പോയില്ലേ, അതിനുശേഷം ആണുങ്ങളെ സൗണ്ടൊക്കെ കേറി വരാൻ തുടങ്ങിയിരിക്കുന്നതാ. ഹലോ നോക്കോ, സൂപ്പർ. ഞാനുണ്ടേ ഞാൻ പറഞ്ഞില്ലേ ആണുങ്ങളെ സൗണ്ട് ഇടക്കും തലക്കും കേറി വരലുണ്ട്. പോലെ എത്ര അങ്ങോട്ട് മാറ്റി മറിച്ചാലും ഇടക്ക് മറ്റേ കൂതറ സ്വഭാവമാണ് കേറി വരികയാണ്. പറഞ്ഞിട്ട് കാര്യമല്ല. ഈ 9 തിരഞ്ഞു നിൽക്കുന്ന പെണ്ണുങ്ങളില്ലേ, ഓലെ മാതിരിയുള്ള ഒരു ആക്ഷൻ വീഡിയോ ഒക്കെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതാ. ഞാൻ കാണിച്ചുതരാം. പിടിച്ചൊളിക്ക്, ആരെങ്കിലും ഒന്ന് പിടിച്ചൊളിക്ക്. ആ കട്ടിലമ്മ തട്ടിയിട്ട് ഇനി കുട്ടിക്ക് എൻ്റെ മാതിരി 3 കാലം ആകണ്ട. കണ്ടോ കണ്ടോക്ക, ഒരു ചെറുക്കം പോവുകയാണ് ഒരാൾക്ക് കാക്ക. അത്രയും വലിയ കമ്പിളി പോപ്പൊന്നും അതിന് ഇടണ്ട ചങ്ങായിയെ. ഞാൻ മുറിച്ചിട്ടില്ലെങ്കിൽ ഉള്ളിൽ തന്നെയാണ് പോവുക അത്. ഇത്രയും വെയിറ്റ് ഇല്ല മറ്റേ ഒരു കമ്പിളി പോപ്പൊക്കെ അങ്ങനെ എടുത്തിട്ടുണ്ട് ഇടരുത്. അതൊക്കെ ഭയങ്കര പ്രശ്നാ. എന്നാ പിന്നെ ഞാനോട് പോയാലോ? ഞാൻ വരാം, ഞാൻ ഇടക്കും നിലക്കും വരാം കേട്ടോ.